പൊന്നാനിയിൽ യു.ഡി.എഫിന് അനുകൂല സാഹചര്യമാണെന്ന് യു.ഡി.എഫ് മണ്ഡലം ചെയർമാൻ പി യൂസഫ് അലി. മുമ്പെങ്ങുമില്ലാത്ത വിധം പൊന്നാനിയിൽ യു.ഡി.എഫിന് അനുകൂല സാഹചര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ളതെന്ന് യു.ഡി.എഫ് മണ്ഡലം ചെയർമാൻ പി യൂസഫ് അലി പറഞ്ഞു. പൊന്നാനി പ്രസ് ക്ലബ്ബ് നടത്തിയ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു.ഡി.എഫ് സംവിധാനം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന അനുകൂല ഘടകമാണ് പൊന്നാനിയിൽ ഉള്ളത്. യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ.പി. നൌഷാദ് അലിയുടെ ജനകീയതയും യു.ഡി.എഫിന്റെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനവും എൽ.ഡി.എഫ് ക്യാമ്പിലെ ഭിന്നതയും യു.ഡി.എഫിന് അനുകൂലമായി മാറും. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി വികസനമെന്നത് പേരിൽ മാത്രമായി ഒതുങ്ങിയ കാലമാണ്. എൽ.ഡി.എഫിനായി കോർപ്പറേറ്റ് സ്ഥാനാർത്ഥിയെയാണ് മത്സരരംഗത്തുള്ളത്. കഴിവും അർഹതയുമുള്ള നിരവധി നേതാക്കൾ ഉണ്ടായിരുന്നിട്ടും നേരത്തെ SFIയിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തേണ്ട ഗതികേടിലാണ് എൽ.ഡി.എഫ്. സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ യു.ഡി.എഫ് പണമൊഴുക്കുന്നുവെന്നത് ആരോപണം മാത്രമാണെന്നും പി യൂസഫ് അലി കൂട്ടിച്ചേർത്തു. ഇവിടെ എന്ത് ചെയ്താലും CPM-ന് ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ഗ്രാമം എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ CPM എന്ത് ചെയ്താലും അതൊരു വിഷയമല്ല എന്ന രീതിയിലാണ് ഇവിടെ പോകുന്നത്. അതാണ് ഞങ്ങളെ ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഞങ്ങൾക്ക് വെക്കാൻ. നിങ്ങൾക്കറിയാം, ഫിഷർമാൻ കോളേജ് കേന്ദ്ര ഫണ്ട് MP E.T. മുഹമ്മദ് ബഷീർ സാഹിബിന്റെ ഒരു ശ്രമഫലമായിട്ടാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഒരു സ്ഥലത്താണ് നമുക്ക് മുനിസിപ്പാലിറ്റി കിട്ടിയത്. 120 വീടുകൾ അവിടെ കിടക്കുന്നുണ്ട്. ആ 120 വീടുകളിൽ ഞങ്ങൾ അതിൽ പോയതാണ്. ഒരു റൂം എന്ന് പറഞ്ഞാൽ ഒരാൾ കിടന്നാൽ കാലും തലമുണ്ട്. മറ്റേ നമ്മുടെ വടക്കൻ ഇന്ത്യയിലെ ചേരികളെ പോലത്തെ വീടുകൾ നിർമ്മിച്ചു പോലെ ആ 120 വീടുകളും ആ പൈസയുമാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ എന്തൊക്കെ വികസനം. ഹാർബർ എന്ന് പറയുന്നു, ഹാർബറിന്റെ സ്ഥിതി എന്താ കിടക്കുന്നത്? കപ്പൽ നിർമ്മാണശാല വരുന്നു എന്നിപ്പോ പറയുന്നു. പ്രഖ്യാപനങ്ങൾ ഒരുപാട്. ഈ പ്രഖ്യാപനങ്ങളൊന്നും പ്രാവർത്തികമാകുന്നില്ല. പിണറായി 1ാം സർക്കാർ അധികാരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അച്യുതാനന്ദ മന്ത്രിസഭയോ അതേപോലെ E.K. നായർ മന്ത്രിസഭയുടെ ശൈലിയിലാണോ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പോകുന്നത്? പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ 1ാം സർക്കാരിൽ അസലായിട്ട് പ്രവർത്തിച്ച മന്ത്രിമാരെ പോലും മാറ്റി. ഇവിടെ സമയം PR വർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇയാൾ വരുന്നതെന്നും ഉണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതേപോലെ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന പത്രന്മാർ അദ്ദേഹത്തെ മിനിസ്റ്ററാക്കിയത് അയാൾ കോർപ്പറേറ്റ് അല്ലേ? KT ജില്ലയിൽ വേറൊരു രീതിയിൽ വന്നാലാണ് അൻവർ, അത് കോർപ്പറേറ്റ് അല്ലേ, സ്ഥാനാർത്ഥിയല്ലേ? അതേപോലെ തന്നെ MK സക്കീർ, അദ്ദേഹം പറയേണ്ടി വന്നില്ല ഇലക്ഷൻ നിന്നപ്പോൾ ഞാൻ SFIയിൽ ഏരിയ മെമ്പറായിട്ടുണ്ട്, കോളേജിലെ കമ്മിറ്റിയിൽ നിന്ന് പറയുന്നത്. നെക്സ്റ്റ് നന്ദകുമാറിന് വന്നിട്ടില്ലല്ലോ. അയാൾ സ്റ്റേറ്റിന്റെ അഖിലേന്ത്യാ നേതാവാണ്, കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയേണ്ടതും എഴുതി അയക്കേണ്ടതും വന്നിട്ടില്ലല്ലോ. ഈ പ്രാവശ്യം 100% ഞങ്ങൾ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാണ്. സ്ഥാനാർത്ഥി അനുകൂലമാണ്. 2 വർഷത്തെ പിണറായി സർക്കാരിന്റെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ UDF-ന്റെ ഇപ്പോഴത്തെ കെട്ടുറപ്പ്, AD സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനങ്ങൾ നടക്കാതെ പോയിട്ടില്ല. അതൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളാണ്. പൊന്നാനി മേഖലയിൽ CBSE ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ. 10 വരെയുള്ള എല്ലാ ക്ലാസുകളിലും CBSE NCERT സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ 6 വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത്. മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലേണിംഗ് ബൈ ഡൂയിങ് പഠനമാണ് മോണ്ടിസോറിയുടെ പ്രത്യേകത. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനോട് കൂടിയ അധ്യാപകരുടെ പരിശീലനം കുട്ടികളെ കൂടുതൽ മിടുക്കരാക്കുന്നു. IT ലാബ്, സയൻസ് ലാബ്, മാത്സ് ലാബ്, ഡിജിറ്റൽ ക്ലാസ് റൂം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ്, കൗൺസിലിംഗ് ലാബ്, ഫസ്റ്റ് എയ്ഡ് റൂം, വിശാലമായ ലൈബ്രറി, ഓഡിറ്റോറിയം, പാർക്ക് എന്നിവയും ഹിലാലിന്റെ സവിശേഷതകൾ തന്നെ. വിദ്യാർത്ഥികളിലെ പഠന സംബന്ധവും വ്യക്തിപരവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ചൈൽഡ് സൈക്കോളജി കൗൺസിലിംഗും സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു. കുട്ടികളുടെ കലാകായികക്ഷമത ഉറപ്പുവരുത്തുന്നതിനായി മികച്ച അധ്യാപകരുടെ കീഴിൽ സ്പോർട്സ്, ഡാൻസ്, മ്യൂസിക്, യോഗ, തൈക്കോണ്ട എന്നിവ പരിശീലിപ്പിക്കുന്നു. സമസ്ത ബോർഡിന് കീഴിലുള്ള മദ്രസയാണ് സ്കൂളിൽ മതപഠനത്തിനായി നൽകുന്നത്. വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു. ഹിലാൽ പബ്ലിക് സ്കൂൾ, പൊന്നാനി.